CPM-ന്റെ തണലിൽ ഒരു പരിചാരകനെ പോലെയാണ് കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയെന്ന് ഡീൻ കുര്യാക്കോസ് MP. LDF സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ CPM നടത്തിയ ഗൂഢാലോചന പുറത്തുവരികയാണ്. ആർജവമില്ലാത്ത വനംവകുപ്പ് മന്ത്രിയെ ആവശ്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും MP കട്ടപ്പനയിൽ ആവശ്യപ്പെട്ടു. CPM-ന്റെ തണലിൽ പരിചാരകനെ പോലെയാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അവരുടെ പാർട്ടിയുടെ നിലപാടൊക്കെ വേറെ ഏതോ തരത്തിലൊക്കെയാണ്. CPM-ന്റെ ഔദാര്യത്തിൽ എന്തിനാണ് ഈ വനംവകുപ്പ് മന്ത്രിയെ വെക്കുന്നത്? അപ്പോഴാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാള് മുതലേ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന നമുക്ക് വ്യക്തമാണ്. ഇവിടെ ഈ കരട് പുറത്തു വരുന്നത് വനമന്ത്രിയുടെ സ്വന്തമായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ, ഗവൺമെന്റിന്റെ നടപടി, ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് വെച്ചാൽ CPM-ന്റെ തീരുമാനം. അപ്പൊ ആ ഗൂഢാലോചനയാണ് നമുക്കിവിടെ പുറത്തു വരുന്നത്. വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി CPM പറയുന്നതിന് ഏറാമൂളിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയും ഇല്ല, ഒരു നടപടി. ഏതെങ്കിലും ഒരു കാട്ടാന ആക്രമണത്തിലൊരു മരണപ്പെട്ട കഴിഞ്ഞ ആഴ്ച കുട്ടമ്പഴി മരിച്ചു, അതിന് തൊട്ടടുത്ത ആഴ്ച തൊട്ട് മുന്നിലത്തെ ദിവസം തന്നെ നേരിമംഗലത്ത് മരിച്ചു. ഓരോ മരണം ഉണ്ടായി കഴിയുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നല്ലാതെ ഒന്നും ചെയ്തു ഒരു നടപടിയും ഒരിടത്തുണ്ടായി. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.